Welcome to Children's Maths Corner. Welcome to Maths Class 410 Standard. Chapter 6 Coordinates. Here you can see two number lines are here. Number lines, you know already number lines. At the center there is 0 and right side positive numbers 1, 2, 3 etc. Left side negative numbers minus 1, minus 2, minus 3 etc. So two number lines are here. One is horizontal, one is vertical, and they meet at the point 0. So two number lines are arranged like this. One is arranged in horizontally and one is arranged in vertically. ഇപ്പോൾ രണ്ട് നമ്പർ ലൈൻ നമുക്ക് ഇതിൽ കാണാം. ഒന്ന് ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു, മറ്റൊന്ന് വെർട്ടിക്കലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ രണ്ട് നമ്പർ ലൈനിൽ ഹൊറിസോണ്ടലായി അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പർ ലൈനിനെ എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കലായി അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പർ ലൈനിനെ വൈ ആക്സിസ് എന്ന് പറയുന്നു. അപ്പോൾ ഏത് പ്ലെയിനിലും നമുക്കിതുപോലെ രണ്ട് ആക്സിസ് വരക്കാൻ പറ്റും. അത് ഏത് പ്ലെയിൻ എടുത്താൽ. അങ്ങനെ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ വരയ്ക്കുന്ന ആക്സിസിനെ എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ വരയ്ക്കുന്ന ആക്സിസിന് വൈ ആക്സിസ് എന്നും പേര് കൊടുക്കും. സോ ദേ ആർ എക്സ് ആൻഡ് വൈ ആക്സിസസ്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ ഒരു ഏറോ മാർക്ക്. ഇത് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനാണ്. ടോപ്പിലും ഒരു ഏറോ കാണാം, ഇവിടെ ലെഫ്റ്റിലും ഏറോ ഉണ്ട്, ഡൗണിലും ഒരു ഏറോ ഉണ്ട്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ആക്സിസ് ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതിലെ ആക്സിസിനെ സൂചിപ്പിക്കുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സ് ഡാഷ് എന്നും റൈറ്റ് സൈഡിൽ എക്സ് എന്നും, അതുകൊണ്ട് ഇതിനെ എക്സ് ഡാഷ് എക്സ് എന്നുള്ളതാണ് എക്സ് ആക്സിസ്. അതുപോലെ ഇവിടെ ടോപ്പിൽ വൈയും ഇവിടെ വൈ ഡാഷും വൈ ഡാഷ് എന്നുള്ളതാണ് ഈ വൈ ആക്സിസിനെ സൂചിപ്പിക്കും. അപ്പം നമ്മൾ പ്ലെയിനിൽ ഏതൊരു പോയിന്റ് എടുത്താലും ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിന് എക്സ് ആക്സിസിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ ആ പോയിന്റിന് വൈ ആക്സിസിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. സോ if you consider any point on a plane, there is a shortest distance from x-axis, there is a shortest distance from y-axis. That two distances are representing as a pair. First we writing the distance from the x-axis, distance from the y-axis. That is here this point corresponding to this point. If you draw a perpendicular to x-axis, it will meet at 6. If you draw a perpendicular to y-axis, it will meet at 5. So corresponding value in x-axis is 6, corresponding value in y-axis is 5. അപ്പോൾ ഈ പോയിന്റിന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വെച്ചാൽ അത് 6ൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിൽ 6ഉം y ആക്സിസിൽ 5 ആണ്.
അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് എക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറാണ്. സോ second we are writing as the y representation of this number. That is when you can see here for this point the x value is 6 and y value is 5. So it is writing in a bracket and writing in an ordered pair, a pair that first number is 6 that represent on the x-axis and the second number is 5 that represents on as the y-axis. So this one, the point A is writing as 6,5. So this is the coordinate of the point A. So here we can say the coordinates of A is 6, 5. That means ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് 6, 5 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് വരച്ചാൽ അത് മീറ്റ് ചെയ്യുന്നത് 6-ലായിരിക്കും. ഇതിൽ നിന്ന് വൈയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് മീറ്റ് ചെയ്യുന്നത് 5-ലായിരിക്കും. സോ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പോയിന്റ് എ ഈസ് 6, 5. അപ്പോൾ ഈ പ്ലെയിനിലെ ഏത് പോയിന്റിനെയും നമുക്ക് ഇതുപോലെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്ലെയിനിലെ ഒരു പോയിന്റിനെ അഡ്രസ് ചെയ്യുന്നതിനെയാണ് അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്, the actual address of that point, how we can express that point in a plane, how we can denote that a point in a plane. That is the coordinates of a point. Now we already says that these two axes meet at 0. ഈ രണ്ട് ആക്സിസും രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസും മീറ്റ് ചെയ്യുന്നത് 0 ആണ്. അപ്പോൾ ഇതിൽ 0 എന്ന് പറയുന്നത് എക്സ് 0 ആണ്, വൈയും 0 ആണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് in bracket 0, 0. That point is called the origin. അത് ഈ കോർഡിനേറ്റ് ആക്സിസിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒറിജിൻ എന്നാണ് പറയുന്നത് ഈ രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് 0 എന്ന് പറയുന്നത്. സോ ഹിയർ at this point x is 0, y is 0, so it is 0, 0. So once again I will tell you axes are two perpendicular number lines. One is horizontally, that horizontal is x-axis. One is vertically, the vertical is called the y-axis. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് x' എന്നും y എന്നും. ഇതൊരിക്കലും ലെഫ്റ്റിലും റൈറ്റിലും എൻഡ് ചെയ്യുന്നില്ല, ടോപ്പിലും ബോട്ടമിലും എൻഡ് ചെയ്യുന്നില്ല. ഇൻഫിനിറ്റ് ആണ്, അതൊരിക്കലും എൻഡ് ചെയ്യാത്ത. നമുക്കറിയാം നമ്പർ ലൈൻ എന്നുള്ളത് രണ്ട് സൈഡിലും എൻഡ് ചെയ്യാത്തതാണ് നമ്പർ ലൈൻ. നെക്സ്റ്റ് പോയിന്റ്, ഏത് പോയിന്റ് എടുത്താലും ഈ പ്ലെയിനിൽ ആക്സിസ് വരച്ചാൽ അതിൽ ഏത് പോയിന്റ് എടുത്താലും അതിനൊരു എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, അതുപോലെ അതിനൊരു വൈ കോർഡിനേറ്റ് ഉണ്ടാവും. എക്സ് ആക്സിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും, വൈ ആക്സിസിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവും. അതാണ് ആ പോയിന്റിൻ്റെ അഡ്രസ് എന്ന് പറയുന്നത്. So that is the coordinates of the point. And next one is these two axes meet at the point 0. That means 0 means x is 0, y is 0. That point is called the origin. That is 0,
comma 0. So origin is the meeting point of the two axes. This is the definitions or the introduction of x and y axes. Now you can see x and y axis is drawn. Two axes are here and 4 points are given here. One is A, here is B, here is D, here is F. 4 points are given. First here the point is A. So what is the coordinates of A? So draw a perpendicular to here. So it meets at -5. So x coordinate of A is -5. Draw here a perpendicular to y axis, it meets at 3. So y coordinate is 3. So you can see point A is -5 and 3. Similarly here point B. Draw a perpendicular line here, it meets at 3. So 3x coordinate is 3. Draw here a perpendicular to y, it meets at 4. Y coordinate is 4. So 3, 4. Next one is point F. So draw a perpendicular to here x axis, it is meet at 4. So 4, x is 4. Here it meet at -3. So you will get as 4 -3. X coordinate is 4, y coordinate is -3. So write in as ordered pair 4 -3. ഇപ്പോൾ ഇതിൽ ordered pair എഴുതുമ്പോൾ ഇതിൽ ഓർഡറിന് പ്രാധാന്യമുണ്ട്, ഓർഡറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ 4 -3 എന്നുള്ളത് നമുക്ക് -3 4 എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഓർഡേർഡ് പെയറിൽ ഓർഡറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യം 4 തന്നെ എഴുതണം, രണ്ടാമത് -3 എഴുതണം. കാരണം ആദ്യത്തത് എക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്, രണ്ടാമത്തത് വൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. Similarly you can write this point D -4, -2 because it meet at -4, here it meet at -2. So -4 -2. Now you can see here point B, x coordinate is positive, y coordinate also positive. Here you can see if you are drawing two axes on a plane, ഒരു പ്ലെയിൻ എടുത്ത് അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് നമ്മൾ രണ്ട് ആക്സസ് വരച്ചാൽ, എക്സും വൈ ആക്സസ് വരച്ചാൽ അത് ആ പേപ്പറിന് 4 ഭാഗങ്ങളാക്കി മാറ്റും. 1 2 3 4 4ആയി ഡിവൈഡ് ചെയ്യും. 4 ഈക്വലായി ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഈക്വൽ അല്ലാതെ ആയാലും എന്തായാലും 4 ഭാഗങ്ങളായി അതിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗമാണിത്. ഹിയർ യു ക്യാൻ സി എക്സ് ഈസ് പോസിറ്റീവ്, y also positive. So this one is called the first quadrant. 4 quadrant ഉണ്ടാവും. രണ്ട് ആക്സസ് വരച്ചാൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചാൽ 4 ക്വാഡ്രൻ്റ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണിത്. ആ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് കോർഡിനേറ്റ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, വൈൻ്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. Similarly, this is the second quadrant. Second quadrant x ന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, y ന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തേർഡ് ക്വാഡ്രന്റിൽ വന്നാൽ -4 -2 x നെഗറ്റീവ് ആണ്, y നെഗറ്റീവ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ എത്തിയാൽ 4 -3 x പോസിറ്റീവ് ആണ്, y നെഗറ്റീവ് ആണ്. x is positive and y is negative. This about the 4 quadrant in a plane.
Here you can see a question. Draw x and y axis. Locate the following points: 2, 3, 4, 2, minus 2, 1, minus 3, 2, minus 2, minus 3, minus 5, minus 1, 4, minus 2, 2, minus 3. So there are some points are given here. You have to draw x and y axis and mark these points on the plate. First is 2, 3. 2, 3. 2, 3 means x coordinate is 2, y coordinate is 6. So from the x there is distance 2, from the y there is distance 3. So you just find that point. From the x here is 2, go to y, here is 3. So you can reach here. So this is the point 2, 3. So we can mark here, there. That point is A. A is 2, 3. X axis it is 2. From the y axis it is 3. Next one is 4, 2. X it is 4. Y it is 2. So we can mark that point. X is 4, y is 2. Next one is minus 2, minus 1. Minus 2 here. Minus 2, 1. Y axis is 1. So this is the point minus 2, 1. Next one is minus 3, 2. Minus 3 is here on x axis. Minus 3, 2. So come to here. Minus 3, 2. Next minus 2, minus 3. Minus 2 is here. Minus 3 is here. So that one is in the third quadrant. So minus 2, minus 3. Minus 5, minus 1. Minus 5 is here. Minus 1 is here. So that point is minus 5, minus 1. 4, minus 2. 4 is here. Minus 2 is here. So that is 4, minus 2. 2, minus 3. 2 is here. Minus 3 is here. So 2, minus 3. So this is the way we can mark all the points. Draw x and y axis and mark all the points here. So these are the points here. Now you can see here I just draw x and y axis and I drew another line also. X and y axis, this is the x axis, this is the y axis. I just draw another line here. That line is a parallel to x axis. ഇവിടെ എക്സും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിന് പാരലൽ ആയ ഒരു ലൈനും വരച്ചിട്ടുണ്ട്. So one of the point on this parallel line is here. This one is 8. X is 8. Y is 3. 8, 3 is a point on this line. ആ ലൈനിൽ ഒരു പോയിന്റ് ആണ് 8, 3 എന്നത്. Now I move this point. ഈ പോയിന്റ് ഞാനിങ്ങനെ മൂവ് ചെയ്യുകയാണെന്ന്. ഇവിടെ എത്തിയാൽ ഇത് 5, 3 ആണ്. ഇവിടെ എത്തിയാൽ അത് 4, 3 ആണ്. ഇവിടെ എത്തിയാൽ 2, 3 ആണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ എത്തിയ 4, 3 ആണ്. ഇവിടെ 2, 3 ആണ്. ഇവിടെ എല്ലാം നോക്കുക നിങ്ങൾ. ഈ പോയിന്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച്
അതിൽ എക്സ് കോർഡിനേറ്റ് മാറുന്നുണ്ട്. ആദ്യത്തെ നമ്പർ മാറുന്നുണ്ട്, പക്ഷെ രണ്ടാമത്തെ നമ്പർ മാറുന്നേയില്ല. രണ്ടാമത്തെ നമ്പർ എപ്പോഴും 3 ഇപ്പം എന്താണ് നമുക്ക് പറയാൻ പറ്റും? ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ നമ്പർ 9, എക്സ് കോർഡിനേറ്റ് 9, വൈ കോർഡിനേറ്റ് 3. ഇനി ഇവിടെ വെച്ചാലും എക്സ് കോർഡിനേറ്റ് -8, വൈ കോർഡിനേറ്റ് 3. അപ്പോൾ എവിടെ ആയാലും ഈ ലൈനിൽ ആ പോയിന്റ് എവിടെ ആയാലും എക്സ് കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് ബട്ട് വൈ കോർഡിനേറ്റ് ഈസ് സെയിം. Y coordinate is a constant. It's not changing. So this is a line parallel to x-axis. X-axis ini parallel ആയിട്ടുള്ള ഒരു ലൈനിൽ y coordinate is always a constant. That is one of the important point. Any point on a line parallel to x-axis, y coordinate is always a constant. So it is clear here. Here you can see in anywhere the point is anywhere, the y is 3. Why it is 3? Because it is passing through this 3. ഇത് 3 പോകുന്നതുകൊണ്ടാണ് ഇത് 3 ആവുന്നത്. ഇതിലേ കൂടിയാണ് ഈ ലൈൻ പോകുന്നതെങ്കിൽ ഇതിലെല്ലാം y കോർഡിനേറ്റ് 4 ആയിരിക്കും. ഇതിലേ കൂടിയാണെങ്കിൽ ഇതിലെല്ലാം വൈ കോർഡിനേറ്റ്സിൽ 5 ആകട്ടെ. അപ്പോൾ ഏത് പോയിന്റിലൂടെയാണോ അത് പാസ് ചെയ്ത് പോകുന്നത് അതായിരിക്കും വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ. എക്സ് കോർഡിനേറ്റ് മാത്രമേ അതിൽ ചേഞ്ച് ആവുന്നുള്ളൂ. വൈ കോർഡിനേറ്റ് ഈസ് ആൾവേസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് വൺ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അനദർ തിങ് ഈസ് ഹിയർ ഐ ജസ്റ്റ് ഡ്രോ എക്സ് ആൻഡ് വൈ ആക്സിസ്. എക്സും വൈ ആക്സിസ് വരച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈന് ഈ വൈ ആക്സിസിന് പാരലലാണ്, എക്സ് ആക്സിസിനല്ല, വൈ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിലൊരു പോയിന്റ് ഞാനിവിടെ എടുത്തു. ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ 4, 3 എക്സ് 4 വൈ എന്ന് പറയുന്നത് 3 ഇതാ വൈ ഇവിടെ 3. ഇനി ഈ പോയിന്റ് ഇവിടെ വെച്ചാൽ എക്സ് 4 വൈ എന്ന് പറയുന്നത് 5. ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ എക്സ് 4 വൈ 7. അപ്പോൾ എവിടെ ആയാലും എക്സ് 4 തന്നെയാണ്. പോയിന്റ് ഇവിടെയാണെങ്കിൽ എക്സ് 4 വൈ -2. So anywhere this point on this line, x coordinate is same, y coordinate is changing. So here x coordinate is a constant if the line is parallel to y axis. ഇപ്പോൾ ലൈന് y ആക്സിസിന് പാരലൽ ആണെങ്കിൽ അതിൽ കോൺസ്റ്റൻ്റ് ആവുന്നത് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ലൈന് എക്സ് ആക്സിസിന് പാരലൽ ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആവുന്നത് വൈ കോർഡിനേറ്റ്സ് ആയിരിക്കും. വൈ ആക്സിസിന് പാരലൽ ആണെങ്കിൽ കോൺസ്റ്റൻ്റ് ആവുന്നത് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. ഇഫ് ദ ലൈൻ ഈസ് പാരലൽ ടു വൈ ആക്സിസ് ദ എക്സ് കോർഡിനേറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ്. ആ കോൺസ്റ്റൻ്റ് ഏതാന്ന് തീരുമാനിക്കുന്നത് ആ ലൈന് ഏതിലൂടെയാണോ കടന്നു പോകുന്നത്, എക്സ് ആക്സിസിൽ ഏത് പോയിന്റിലൂടെയാണോ കടന്നു പോകുന്നത് ആ വാല്യൂ ആയിരിക്കും കോൺസ്റ്റൻ്റ് വാല്യൂ. ഇതിവിടെ 4 പാസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിലെല്ലാം എക്സ് കോർഡിനേറ്റ് 4 ആവുന്നത്. ഇത് 3 ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 3 ആയിരിക്കും. That about the line parallel to y-axis. Any here I just take a point on y-axis and a point on x-axis. X-axisൽ ഞാനൊരു പോയിന്റ് ഇവിടെ എടുത്തിരിക്കുകയാണ്. ആ പോയിന്റ് ഇതാ ഇവിടെ 8, 0. ഇതിൽ എക്സ് കോർഡിനേറ്റ് 8 ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്.
കാരണം ഇത് വൈയിൽ ഇവിടുന്ന് വൈയിലേക്ക് വരക്കുമ്പോൾ മീറ്റ് ചെയ്യുന്നത് 0-ലായിരിക്കും. ഈ പോയിന്റ് ഇവിടെ എടുത്താൽ 70 ആയിരിക്കും. ഈ പോയിന്റ് ഇവിടെ എടുത്താൽ 60 ആയിരിക്കും. ഇവിടെ എടുത്താൽ 40 20. ഇവിടെ എടുത്താൽ -20. ഇവിടെ ആകുമ്പോൾ -60. But you can see here, when you are considering point on x-axis, y coordinate is 0. ഈ പോയിന്റ് എവിടെ എടുത്താലും y coordinate 0 ആയിരിക്കും. x coordinateന് മാത്രമേ ഒരു വാല്യൂ ഉണ്ടാവും. So here you can see, wherever this point y become 0. Here wherever you can take, y becomes 0. So a point on the x-axis, y coordinate is always 0. x-axisൽ ഒരു പോയിന്റ് എടുത്താൽ അതിലെ y coordinates always 0 ആയിരിക്കും. Similarly, y ആക്സിസിൽ ഒരു പോയിന്റ് എടുത്താൽ ഇവിടെ y ആക്സിസിൽ ഒരു പോയിന്റ് എടുത്തു 0.3. Here you can see 0.4, 0.5, 0.6, 0-2. So wherever this point on this y axis, x coordinate is 0. Only the y coordinate have the value. So a point on y axis always x coordinate is always 0. Any point on y axis x coordinate is always 0. That is our next point. Here you can see two rectangles. You have to find out all the vertices of the rectangles. One is green in color, the other one is red in color. You have to find out all the vertices of all the corners of this rectangle. Two rectangles. So ചിത്രത്തിൽ രണ്ട് റെക്റ്റാങ്കിൾസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് റെക്റ്റാങ്കിൾസിൻ്റെയും എല്ലാ കോർണേഴ്സിൻ്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കും. അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ദിസ് വൺ, ഇത് ഒറിജിൻ ആണ്, നമുക്കറിയാം 0 ആണ്. So we can write that point is 0. Now come to here, this one, point D. X 4 ആണ്, y 0 ആണ്. So 40. Point C, x 4 ആണ്, y 2 ആണ്. So it is 4 2. Here point B, x 0 ആണ്, y 2 ആണ്. So 0 2. So these are the points of the first rectangle. Now come to point E. Your x is -4, y is 0. So -4 0. So come to point G here. X is -4, y is -2. X -4, y -2. So -4 -2. Now come to point F. Point F, x is 0, y is -2. So 0 -2. These are the points or the coordinates of the corners of the rectangles. Now come to second question, next one. Here also two rectangles are here. You have to find out the coordinates. First, this point is origin 0 so A is 0. Now come to point B. Point B is x is 4, y is 0 4 0.
Now come to point this one, 4 and 2. 4 and 2, 4, 2. Point C is 4, 2. Point D. See, x is 0, y is 2. So 0, 2. Now come to this point. X is 4, y is also 4. So point G is 4 and 4. X is 4, y is 4. Come to here, point E. X is 8, y is 2. So 8, 2. Point F. X is 8, y is 4. So 8, 4. So these are the points of the corners of the rectangles. Now consider this parallelogram. There is a parallelogram. You have to find out the coordinates of this parallelogram. First point here, this one, x is 1, y is 2. So point 1, 2. Now the second one is 5 and 2. X is 5, y is 2. Third one, x is 7, y is 4. Here fourth one, x is 3, y is 4. 3 and 4. These are the coordinates of the corners of this parallelogram. Another question, draw an isosceles triangle of base 3 cm and for height 4 cm. What are the coordinates of the vertices of the triangle? So ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരക്കണം, അതിൻ്റെ ബേസ് 3 cm ആയിരിക്കണം, ഹൈറ്റ് 4 cm ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ വരച്ച് അതിൻ്റെ കോർഡിനേറ്റ്സ് വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഞാനിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. അതിൽ ബേസ് വേണ്ട 3 cm ആണ്. അപ്പോൾ 0 നിന്ന് 1.5 റൈറ്റിലേക്ക് എടുത്തു, 1.5 ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പോൾ ടോട്ടൽ 3 cm ആയിരിക്കും. അപ്പോൾ ഇവിടെ 1.5 അടയാളപ്പെടുത്തി, ഇവിടെ റൈറ്റിലും 1.5 അടയാളപ്പെടുത്തി. 2 പോയിന്റ്സ് എടുത്തു, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും. എക്സ് ആക്സിസിൽ 2 പോയിന്റ്, ഒന്ന് 0ക്ക് ലെഫ്റ്റിലെടുത്തു, ഒന്ന് 0ക്ക് റൈറ്റിലെടുത്തു. 0ക്ക് റൈറ്റിൽ 1.5 എടുത്തു, 0ക്ക് ലെഫ്റ്റിലും 1.5 എടുത്തു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 cm. അതുപോലെ ഹൈറ്റ് വൈ ആക്സിസിൽ 4 cm ഹൈറ്റും എടുത്തു. 4ൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇവിടെ സി എന്ന് പറയുന്ന ഒരു പോയിന്റും ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു പോയിന്റും ജി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ഈ 3 പോയിന്റ്സും ജോയിൻ ചെയ്ത് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി. ഈ ട്രയാങ്കിൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. ഈ സി ജി എന്ന് പറയുന്ന സൈഡും എഫ് ജി എന്ന് പറയുന്ന സൈഡ് ഇക്വലേറ്റർ അല്ല, ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. എഫ് ജി എന്ന് പറയുന്ന സൈഡും സി ജി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി ഇതിൻ്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. ആദ്യം പോയിന്റ് ജി എടുക്കുക. ജി എടുത്താൽ എക്സ് 0 ആണ്, വൈ 4 ആണ്. ഇനി എഫ് എടുത്താൽ എക്സ് 1.5 ആണ്, ഇത് 1.5 എടുക്കുന്നത്, വൈ 0 ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 1.5 0. ഇവിടെ ഇത് സി എന്ന് പറയുന്നത് ഇത് 1.5 ആണ്, -1.5 ആണ്. അപ്പോൾ എക്സ് -1.5 ആണ്, വൈ
0, 1. So these are the coordinates of that isosceles triangle. All the three vertices are these three.